അയ്യോ ഞാൻ ചോക്ക് എടുക്കാൻ മറന്നു. ഓ എന്നിട്ട് വേണം ഈ പീരീഡ് തീർന്ന വരെ നിനക്ക് അവിടെ നിന്ന് കളിക്കാൻ. ചക്കി അവിടെ ഇരി, പാറു എഴുതി പോയി ചോക്ക് എടുത്തോണ്ട് വാ. അത് ചിലപ്പോ നമ്മള് പഠിക്കാത്തോണ്ടായിരിക്കും. ചക്കി രണ്ടുപേരും എണീ നടന്നു. പാറു അപ്പുറത്ത് പോയ കമ്പി എടുത്തോണ്ട് വാ. ഞാൻ പോയി സരസമ്മ ടീച്ചറിന് കമ്പ് പഠിച്ചോണ്ടല്ലോ സാറേ. ഇന്ന് പഠിപ്പിച്ച എല്ലാവർക്കും മനസ്സിലായ? പാറുവിന് മനസ്സിലായോ? വീട്ടിൽ പോയി 5 പ്രാവശ്യം വായിച്ച് പഠിക്കണേ പാറു. ഓ മനസ്സിലായി സാറേ. അവരടുത്ത് മാത്രം വായിച്ചു പഠിക്കാൻ പറഞ്ഞു. അവിടെ ഒരു പഠിത്ത കാര്യം വന്നേക്കണ്. ഞാൻ ഒന്ന് പോയി എച്ചമ്മനെ കണ്ടിട്ട് വരാം. അപ്പോഴത്തേക്ക് സംസാരിക്കുന്നവരെ പേര് പാറു ഒന്ന് ബോർഡിൽ എഴുതു. നമ്മളൊന്നും അല്ലെങ്കിൽ ലീഡറാക്കി നടത്തൂലല്ലേ. നിനക്ക് പേരെഴുതാ അറിയാമോ? ഓ പേരെഴുതാ അറിഞ്ഞിട്ടാണ് അപ്പുറത്തെ ക്ലാസ്സിലെ നന്ദു ലീഡറായിട്ട് നിക്കണത്. നിങ്ങൾ സംസാരിച്ചെന്ന് ഞാൻ സാറിന് പറഞ്ഞു കൊടുക്കുമേ. ഓ നീ എന്ന് പറഞ്ഞു പുതുമച്ചി പാറക്കല്ലേ. സാറ് വരട്ടെടാ, ഞാൻ പറഞ്ഞു കൊടുക്കും. നീ എന്റെ ഇടം പേര് വിളിച്ചറിഞ്ഞു. നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലടാ പെങ്കൊച്ചുങ്ങളെ ഇടം പേര് വിളിക്കല്ലേ. എടി ഇത് ആരാ ഗൾഫിന്ന് കൊണ്ടുവന്നായിരിക്കും. ഞാൻ ചോദിച്ചു നോക്കട്ടെ. എടി ചത്തിയില് റബ്ബറൊക്കെ ഉണ്ട്. ആണ്ടേ ഇതിന് മോനയില്ലേ പ്രത്യേക. ഇതിന് ഭയങ്കര മോനയില്ലേ. എടി ഞാൻ ഊര. ഇത് നല്ല മോനുണ്ടല്ലേ. അയ്യോ എന്റെ അമ്മ ഇന്നെ അടിച്ചു കൊല്ലും. നീ എവിടെ കൊണ്ട് കളഞ്ഞത്? എനിക്ക് അറിഞ്ഞൂടാ. നീ കരയണ്ടടി. കളിക്കാൻ വിടുമ്പോ നമുക്ക് ഒന്നുകൂടെ പോയി നോക്കാം. എടി ചക്കി പാറുവിന്റെ പുതിയ പേന പെൻസിൽ കളഞ്ഞുപോയി. അപ്പൊ അത് പാറുവിന്റെ ആണോ എന്തോ. തിരിച്ചു കൊടുക്കണോളാ? നില്ലേ ഞാൻ ഇപ്പൊ ഒരു കാര്യം ചെയ്യാം. എടി പാറു നിന്റെ പേന പെൻസിലിന്റെ കളർ എന്തേരാണ്? നീല കളർ. പിന്നെ എന്തേരെ കയ്യിൽ അടയാളം ഉണ്ട്? അതിന്റെ അടപ്പിലൊരു നീല കളർ റബ്ബർ കട്ടയുണ്ട്. പിന്നെ അതിന്റെ അടപ്പ് കുറച്ച് പൊട്ടിയിരുന്നായിരുന്നു. പിന്നെ അതിന്റെ അടപ്പിന്റെ സൈഡിലൊരു സകല മഷിയും പറ്റിയിരുന്നു. എടി ചക്കി ഇത് പാറുവിന്റെ പേന പെൻസിൽ തന്നെടി. നമ്മളൊത്തിരി എഴുതി. ഇനി നമുക്ക് കൊടുക്കാം. ഓ പാവ അവളിന്ന് കരയാണ്. എടി പാറു ഇതാണാ നിന്റെ പേന പെൻസില്? നമ്മളിവിടെ സൂക്ഷിച്ചായിട്ട് വെച്ചിരുന്നു. എടി ചക്കി നീ അമ്മക്ക് തരാതെ തിന്നണ. എടാ എനിക്ക് പനി ആയോണ്ട് ഹോമിയോ ഡോക്ടർ എന്ന ഹോമിയോ ഗുളിയാണ്, അല്ലാതെ മുട്ടായൊന്നും അല്ല. ഹോമിയോ ഗുളിക മുട്ടായി എനക്ക് തന്നല്ലോ. അത് എല്ലാവർക്കും തിന്നാൻ നീ എടുത്താണ്. ഓരോ മണിക്കൂർ ഇടവിട്ട് തിന്നാനുള്ളത് നിങ്ങൾക്ക് കൂടെ തന്നാ തീർന്നോ? അതുകൊണ്ടാണ്. നീ ഒരെണ്ണം തന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യിടും. നീ ഒരെണ്ണം തന്നില്ലെങ്കിൽ നമ്മളിനി മിണ്ടൂലേ. ഓരോന്ന് വെച്ച് തരാമേ. ഒരെണ്ണേ തരോളെ. എനിക്കും കൂടി ചക്കി. ഇനി തരൂലേ? എല്ലാരും ബുക്കുകൾ എടുത്തോ. പാഠം 1. സാറേ ബെല്ലടിച്ചിട്ട് 1 മണിക്കൂറായ. അതെന്ത് 1 മണിക്കൂറാകുമ്പോ ഡുണ്ടുണ്ട് കല്യാണത്തിലല്ലോ പോണം. അല്ല സാറേ 1 മണിക്കൂർ കഴിയുമ്പോ ഇവക്കൊരു ഗുളിക കഴിക്കണം. അത് സമയമാകുമ്പോ അവള് കഴിച്ചോളൂ. നീ അവിടെ ഇരി. ഇനി നീ മാറുന്ന നിനക്ക് അടിയാണ്. സാറ് ചുമ്മാ അറിഞ്ഞു 1 മണിക്കൂർ കഴിഞ്ഞ് നീ ഗുളിയുണ്ട് നമ്മക്ക് നീ എന്തേലും അമ്മക്ക് ഒളിച്ചു വെച്ച് തിന്നണ. അമ്മ കൊടുത്താ എന്തേലടി ചക്കി. ചക്കിന്റെ ചീടും നമ്മള്. അമ്മ കൊടുത്താ ചക്കി 1 മണിക്കൂറായി. എനിക്ക് ചക്കി 1 മണിക്കൂറായി. എനിക്കിതാ ചക്കി 1 മണിക്കൂറായി. അയ്യോ വെക്കം തീർന്നല്ലേ. എടി ചക്കയുടെ ഉണ്ടോ? നിങ്ങൾക്ക് പുതിയ ബാഗ് മേടിച്ചില്ലേ? എനിക്ക് എന്റെ അച്ഛൻ പുതിയ ബാഗ് മേടിച്ചതെന്ന്. റീബോക്കിന്റെ ബാഗാണ്. നമ്മളെ ബാഗ് കീറിയില്ല, അതുകൊണ്ട് നമുക്ക് ഈ വർഷം കൂടി ഇത് കൊണ്ടുപോകാൻ പറഞ്ഞു. നല്ല പുതിയ ബാഗ് കൊണ്ടുവരും. എനിക്ക് അച്ഛൻ അടുത്ത വർഷവും പുതിയ ബാഗ് വെച്ചിരുന്നു. സ്കൂള് തുറക്കണ ദിവസമായിട്ട് ഇന്ന് എല്ലാരും വന്നല്ലോ. 3-ാം ക്ലാസ്സിൽ പഠിച്ച കണക്കല്ല, 4-ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഉഴപ്പി ആരും നടക്കരുത്.
എടി ചക്കി, നമുക്ക് ഈ കൊല്ലം തൊട്ട് നല്ലപോലെ പഠിക്കണം, ക്ലാസ്സിൽ ഫസ്റ്റ് ആവണം. ഈ ക്ലാസ്സിൽ ഒട്ടും പഠിക്കാത്ത ചക്കീനെയും ഡുണ്ടുവിനെയും ഞാൻ ഡിവിഷൻ മാറ്റുകയാണ്. ചക്കി എയിലും ഡുണ്ടു ബിയിലും. അയ്യോ, സാറേ നമ്മളെ ക്ലാസ് മാറ്റല്ലേ സാർ. നമ്മളിനി നല്ലപോലെ പഠിച്ചോണ്ടുവരാം സാറേ. എല്ലാ ഹോംവർക്കും ചെയ്യാൻ സാറേ എപ്പോഴും നല്ലപോലെ പഠിച്ചോളാം സാറേ. നമ്മളെ ക്ലാസ് മാറ്റല്ലേ സാറേ. രണ്ടെണ്ണം ഒരു ഭാഗ പഠിക്കുകയില്ല, പറഞ്ഞാലോട്ട് അനുസരിക്കുകയില്ല. ഡുണ്ടു എനിക്ക് ബി ക്ലാസ്സിലോട്ട് പോണേ ചക്കീനെ. അപ്പോൾ നാളെ മുതൽ നമ്മുടെ ക്ലാസ് ആരംഭിക്കൂ. ചക്കി, നമ്മക്ക് സരസമ്മ ടീച്ചർ ആയിരുന്നടി. ടീച്ചർ ഇന്ന് തന്നെ അടിച്ച്. നാളെ ഞാൻ എന്റെ അച്ഛന്റെ അടുത്ത് എറിഞ്ഞ് ഞാൻ ഈ പഴയ ക്ലാസ്സിൽ തന്നെ വരും. ഓ, ഞാൻ ഉറപ്പായിട്ടും വരും. ഇന്നലെ സ്റ്റാമ്പ് തന്നതിന്റെ പൈസ എല്ലാരും കൊണ്ടുവന്നല്ലോ. പേര് വിളിക്കുന്നതിനനുസരിച്ച് പൈസ കൊണ്ടു തരണം. ടീച്ചറെ, ഞാൻ സ്റ്റാമ്പിന് കൊണ്ടുവന്ന പൈസ കണ്ടില്ല. അപ്പൊ നീ കൊണ്ടുവന്ന് കാണൂല. ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ മണിക്കൂട്ട പൈസ കൊണ്ടുവരണോന്ന്. ഇല്ല ടീച്ചറെ, ഞാൻ കൊണ്ടു. നീ ക്ലാസ്സിൽ ആരാ എന്റേത് മോട്ടിച്ചാണ്? ആരാണ് മണിക്കൂട്ടന്റെ നിന്ന് പൈസ എടുത്തത്? ആരായാലും പൈസ തിരിച്ചോട്. അതല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, എല്ലാരും പരസ്പരം ബാഗ് പരിശോധിച്ചാണ്. ഓ ടീച്ചറെ, എല്ലാരും ബാഗും ഞാൻ നോക്കാം. ചക്കീര് ബാഗ് എന്റെ ബാഗ് നീ നോക്കട്ടെ, എന്റെ ബാഗ് ഞാൻ നോക്കിക്കോ. വേണം മണിക്കൂട്ട, നീ എന്റെ ബാഗ് നോക്കി. അതിനകത്ത് പൈസ ഒന്നുമില്ല. നീ എന്ത് മണിക്കൂട്ടന് ബാഗ് കൊടുക്കാത്ത? ഒന്നുമില്ല ടീച്ചറെ, ഡുണ്ടുവിന്റെ ബാഗിലൊന്നുമില്ല. എന്റെ ബാഗിനകത്ത് നിന്റെ പൈസ ഒന്നുമില്ലേ? ടീച്ചറെ, ചക്കി ബാഗ് പരിശോധിക്കാൻ തരണില്ല. ചക്കിന്റെ ബാഗിങ് താ, ഞാൻ പരിശോധിക്കാം. ഇതുകൊണ്ടാണ് സ്കൂളിൽ വരണത്. എടി കള്ളി, നിന്റെ മൽപ്പീരി കൊണ്ടായിരുന്നല്ലേ? ഇതിനകത്തില്ല. ചക്കിങ് എന്നാണ്. ചക്കിയിലെ പൈസ ഇല്ല. ഡുണ്ടുണിക്കാണ്. ഡുണ്ടുന്റെ പൈസ ഇല്ലല്ലോ. അപ്പൊ മണിക്കൂട്ട എങ്ങനെയിട്ട് വന്നാണ്? ടീച്ചറെ, എന്റെ പൈസയൊന്നും ഇല്ല. ഇവിടെ കാടാ. ഇവിടെ നടാ ഈ മുട്ടായി. ഇത് മേടിക്കാൻ നിനക്ക് എവിടെ നിന്ന് പൈസ കിട്ടി? മുട്ടായ ടീച്ചറെ, ഇത് എവിടെ നിന്ന് വന്നേന്ന് എനിക്ക് അറിഞ്ഞൂടാ. എങ്ങനെ വന്നത് നിനക്ക് അറിഞ്ഞൂടാ അല്ലേടാ? ബാക്കിയുള്ള ഞാൻ മേടിച്ചത്. അയ്യോ, ഞാൻ കടയിൽ നിന്ന് മേടിച്ചത്. 34 അധികം 1 35. അപ്പൊ ഈ 35ന്റെ പദസൂര്യ എല്ലാവർക്കും മനസ്സിലായല്ലോ. ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഇപ്പൊ പറയണം, ടീച്ചർ പറഞ്ഞുതരാം. മനസ്സിലായി ടീച്ചറെ. എല്ലാവർക്കും മനസ്സിലായ? ആർക്കും ഒരു സംശയം ഇല്ലല്ലോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചറിന് പറഞ്ഞു തരാനാണ്. എടി ചക്കി, ആ താഴത്തെ 20 എങ്ങനെ കിട്ടിയടി? ഡുണ്ടു അവിടെ എന്താണ് സംസാരിക്കണത്? ടീച്ചറെ, ആ താഴത്തെ കുളച്ച് എഴുതിയ എനിക്ക് മനസ്സിലായില്ല. ഇത് പഠിപ്പിച്ചോണ്ടിരുന്നപ്പോ നീ എന്താണ് നോക്കിക്കൊണ്ടിരുന്നത്? ശ്രദ്ധിക്കാതിരുന്നിട്ട് മനസ്സിലായില്ലെന്ന്. ഞാൻ ഇവിടെ തൊണ്ട പൊട്ടി പഠിപ്പിച്ചോണ്ടിരുന്നപ്പോ നീ ചക്കീനോട് സംസാരിച്ചോണ്ടിരുന്നില്ലേ? പിന്നെ നിനക്ക് എങ്ങനെ മനസ്സിലാവണത്? അഥവാ ഞാൻ ഇനി നിനക്ക് പറഞ്ഞു തന്നാൽ തന്നെ നീ കൊട്ടക്കണക്കിലല്ലേ മാർക്ക് മേടിച്ചോണ്ട് വീട്ടിൽ പോണത്. ഒരു വക പഠിക്കയില്ല, ക്ലാസ്സിൽ ശ്രദ്ധിക്കൂല. നിനക്ക് ഇത്ര മനസ്സിലായാൽ മതി. ഇരടാ അവിടെ. അടുത്തത് എല്ലാരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരുന്നോണം. 16 അധികം 17. 16 അധികം 17 എത്രയാണ്? 33. 33. മനസ്സിലായല്ലോ എല്ലാവർക്കും? മനസ്സിലായി ടീച്ചറെ. ഡുണ്ടുവിനത് മനസ്സിലായ? മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ ഇപ്പൊ വഴക്കിട്ട്. മനസ്സിലായി ടീച്ചറെ. എങ്കിൽ അടുത്തത് ഡുണ്ടു ഒന്ന് പോടിച്ച്. 20 അധികം 7 അറിഞ്ഞൂടെ ടീച്ചറെ. അപ്പൊ ഇത് നീ ശ്രദ്ധിച്ചിരുന്നില്ലേടാ? നീട്ടടാ കഴിഞ്ഞു. പഠിക്കല്ലേ? നിങ്ങൾക്കൊല്ലം മനസ്സിലായോ? ഈ പറയല്ലേ? ഇടി ചക്കി, ഇന്ന് സേവനവരെ ആയോണ്ട് ഞാൻ ബുക്കൊന്നും എടുത്തില്ല. കഞ്ഞി കുടിക്കാൻ പാത്രം മാത്രമേ എടുത്തോളൂ. അയ്യോ, ദാസപ്പ സാർ ബുക്ക് കൊണ്ടുവന്നില്ല കാണിക്കും. അതുകൊണ്ട് ഞാൻ 2 ബുക്ക് എടുത്തു വെച്ചു. ഇന്ന് സേവനവാരമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് നമ്മളെ സ്കൂളും പരിസരവും നമ്മൾ തന്നെ വൃത്തിയാക്കണം. അപ്പൊ ഇന്നൊന്നും പഠിപ്പിക്കില്ലടി. ഡുണ്ടു വാരിയ ചവറല്ല അവിടെ അവിടെ വലിച്ചെറിയാതെ തീ കൊണ്ടിട്. എടി ചക്കി, നീ ഇത്രയും വേഗം പറിക്കണേ എന്തിനു? പതുക്കെ പറിച്ചാൽ മതി. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ഇരുന്ന് പറിക്കാം. എന്ന് സേവനവാരം ആയിരുന്നാ മതിയായിരുന്നല്ലേ? ഓ, പഠിക്കേ വേണ്ടായിരുന്നു. എടാ ഡുണ്ടു, നീ കൂടി വാടാ, എന്നെ കൊണ്ട് പിഴുവാൻ പറ്റില്ല. ഇത് പിഴുതാ എങ്കിൽ പിന്നെ നമുക്ക് പോയ തെങ്ങ് വീഴുവാ. വാ സാറേ, ഈ തെങ്ങ് നമ്മളെ കൊണ്ട് പിഴുവാൻ പറ്റണില്ല. അയ്യോ, ഒട്ടും പറ്റില്ല സാറേ. രണ്ടിനിപ്പോ എന്റെ ആയിരിക്കും. പോയാ ചവറങ്ങാണ്ട് വാരി ഉള്ളതേ. അല്ലെങ്കിൽ ഇപ്പൊ ക്ലാസ്സിൽ പറഞ്ഞു വിടിച്ചാ നോക്കോ.
എനിക്ക് വെള്ളം കുടിച്ചോളാൻ വയ്യ. ആ മതി മതി, എല്ലാരും പാത്രം എടുത്തോണ്ട് കഞ്ഞിപ്പരയിലോട്ട് പോയി. ഇന്ന് സേവനം ആരായതിന്റെ അവിടെ പായസം ഉണ്ട്. പായസം ഡുണ്ടു വീട്ടിൽ കൊണ്ടുപോകാനോട് കരമടിക്കോ? നമുക്ക് ചോദിച്ചു നോക്കാം. വാ. ദേ നിങ്ങൾക്ക് ഒരു സാധനം വേണം. വേണ്ടേ? ആ ഇത് മേടിക്കാനുള്ള പൈസ നിനക്ക് എവിടെ നിന്ന് കിട്ടിയത്? അതേ ഇന്ന് രാവിലെ പാല് മേടിക്കാൻ പോയപ്പോ കളഞ്ഞു കിട്ടിയാണ്. ഇനി ഞാൻ പോകത്ത് തരാം. മണിക്കുട്ട വലുതും ചെറുതൊന്നും അവർ എല്ലാവർക്കും ഒരേപോലെ പൗക്കണം കേട്ടല്ലോ. ആ തോജി ഈ താ പൗരി എനിക്ക് എനിക്ക് നിനക്ക് മാത്രം എല്ലാവർക്കും ഒരേണക്ക് ഇത് വലുതൊന്നുമല്ല. കൊള്ളാല്ലേ? മധുരം തീർന്നു പറഞ്ഞാൽ എല്ലാരും തുപ്പിക്കളയണേ, ഇല്ലെങ്കിൽ തൊണ്ടയെ കൂടി ഈ ശ്വാസം മുട്ടി നമ്മള് ചാവും. ആരെങ്കിലും മധുരം തീരാറായ ഞാൻ പോയി ദാസപ്പ സാറിനെ വിളിക്കണോ? അയ്യോ ചക്കി മൊത്തം ഇറങ്ങിയേടി. ബബിൾക്ക് തൊണ്ട ഇറങ്ങിയാലേ തൊണ്ടയെക്കുരി ചാവും നീ. ഇത് ചക്കി ശ്വാസമൊക്കെ വലിക്കാൻ പറ്റേ. അയ്യോ ചെറുതായിട്ട് ശ്വാസം മുട്ടണേ. അയ്യോ എടി നീ ഇവിടെ ഇരുന്ന് മരിച്ച നിന്റെ അമ്മ നിന്നെ അടിക്കൂലേ? അയ്യോ എന്നെ അമ്മ എന്നെ അടിച്ച് കൊല്ലൂന്ന്. നീ പേടിക്കണ്ടേ, ഞാൻ വന്ന് മാമിയുടെ അടുത്ത് പറയാം. മാമി അവൾ അറിയാതെ വിഴിഞ്ഞാന്ന് നിന്നെ അടിക്കൂല. അയ്യോ അവൾക്ക് എന്റെ കുടലിൽ ഒട്ടിയെന്നാണ് തോന്നുന്നത്. ശ്വാസം വിടാൻ പറ്റില്ല. സഖ്യ നീ ഇവിടെ കിടന്നോ? ഇവിടെ കിടന്നു. മണിക്കുട്ട നീയാണ് ഈ ബബിൾക്ക മേടിച്ചോണ്ട് വന്നത്. അവളിപ്പം മരിക്കും. ദാസപ്പ സാർ നിന്നെ തന്നെ പിടിക്കും. ഞാൻ തുപ്പിക്കളയുന്നു. ഉണ്ടോ നീ തുപ്പിക്കളെ? ഞാനൊന്നുമല്ല, നമ്മളെല്ലാരും കൂടി തന്നെ തിന്നത്. ദാസപ്പ സാർ ഇപ്പൊ നിനക്ക് കുഴപ്പമൊന്നുമില്ലേ? അല്ല ഇപ്പൊ ചെറുതായിട്ട് ശ്വാസമൊക്കെ കിട്ടുന്നു, കുഴപ്പമില്ല. ഞാൻ മാത്രം തുപ്പിക്കളഞ്ഞപ്പോ നീ പറഞ്ഞിട്ട് ഞാനും തുപ്പി. ചക്കിയാണ് എല്ലാത്തിനും കാരണം. ജനഗണമനാധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിദാത പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലധിതരംഗ തവ ശുഭ നാമേ ജാഹേ തവ ശുഭാശിഷ മാഹേ ജാഹേ തവ ജയ ഗാഥ ജനഗണ മംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യ വിദാത ജയ ഹേ ജയ ഹേ ജയ ഹേ ജയ 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 ഹേ ടിങ് 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 ടിങ്.